കാഴ്ചയിൽ. രാജാവ് ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഏതായാലും അങ്ങേർക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. കണ്ണി കൊള്ളാനുള്ളത് മൂക്കി കൊണ്ടങ്ങ് പോയെന്ന് പറഞ്ഞാ മതി. എന്ത് നല്ല മനുഷ്യനായിരുന്നു. അതെ അതെ, ഉറങ്ങുമ്പോ മാത്രം. അദ്ദേഹം ഒറ്റ പ്രജകളുടെ മുഖത്ത് നോക്കി ഇച്ചി പോന്ന് പോലും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറും തള്ളക്കല്ലേ വിളിച്ചിരുന്നത്. പിന്നെ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അമ്മയുടെ നിലത്ത് തുപ്പാൻ തോന്നൂല. അത്രയ്ക്ക് മുഖശ്രീയായിരുന്നു. അതെ അതെ, സ്ത്രീ എന്ന് പറഞ്ഞ അങ്ങേർക്കൊരു വീക്ക്നെസ് തന്നെയായിരുന്നു. ശവം കൊണ്ടുവന്നെന്ന് തോന്നുന്നു. രാജാതിരാജൻ ചോളാതി ചോളാപ്പരി വരും 2 രൂപ മാത്രം. പൊലിയേ പൊലി. ഇങ്ങ് മരണ വീട്ടിലാണോ അതിന്റെ പൊരി കച്ചവടം? ആട്ടെ, മന്ത്രി എപ്പോഴാ ബോഡി കണ്ടത്? രാവിലെ വേലക്കാരി നനച്ചിട്ടിരുന്നപ്പോഴാ കണ്ടത്. അതല്ല, രാജാവിന്റെ ബോഡി. രാജാവ് ബാടിയല്ല, ബനിയനല്ലേ ഉപയോഗിക്കുന്നത്. അയ്യോ, ഡെഡ് ബോഡി കണ്ട കാര്യമാ ചോദിച്ചത്. പിന്നെ ഇന്നലെ ഞാൻ മോർച്ചറി പോയല്ലേ കണ്ടത്. എന്നിട്ട് എന്ത് പറ്റി? 2 ഈച്ച പറ്റിയിരിക്കുന്നുണ്ട്. മഹാരാജാവിനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇതാ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എത്തിയോ മന്ത്രി? ഇനി ഇങ്ങോട്ട് വന്ന രാജാവിന്റെ ആത്മാവിന് കൂട്ടായിട്ട് ചിലപ്പോ നിനക്കും പോകേണ്ടി വരും കേട്ടോ. മഹാരാജന്റെ വിലാപയാത്ര ഇതാ കടന്നു വരുന്നു. വിലാപയാത്ര കടന്നു വരുന്ന സ്ഥലങ്ങളിൽ നെറ്റിപ്പട്ടം കിട്ടിയ കൊച്ചുകുട്ടികളെയും താലപ്പൊലിയന്റെ ഗജവീരന്മാരെയും അണിനിരത്തേണ്ടതാണ്. ഇടോ ഭട, എത്രയും പെട്ടെന്ന് അണിനിരത്തു. എല്ലാവരും വരും. രാജാവിന്റെ ബോഡി വന്നു. അയ്യോ, ആരാ ഇവിടെ ആണി കൊണ്ടിട്ടത്? അങ്ങല്ലേ പറഞ്ഞത് ഇവിടെ മുഴുവൻ ആണി നിരത്താൻ. ഓ എടാ, ആണി നിരത്താനല്ല പറഞ്ഞത്, പിന്നെ ജീവനക്കാരെ അണിനിരത്താനാ പറഞ്ഞത്. ചത്ത് കിടക്കുമ്പോഴും അവളുടെ ചിന്ത അത് തന്നെ. കയ്യുകൊള്ള ഒരുത്തിന് അവിടെ ഇല്ലടാ. അവക്കളെ ചെവുക്കൽ നോക്കി ഒരെണ്ണം കൊടുറ. അയ്യോ, എന്റെ പൊന്നു പോയേ. പൊന്നു പോയാ ഞങ്ങൾ വേറെ വാങ്ങിത്തരാം. കരയരുത് റാണി, കരയരുത്. മതിപട, ഇനി ഞാൻ. കരയരുത് റാണി, കരയരുത്. ഹോ, രാജാവ് ജീവിച്ചിരുന്നപ്പോഴോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. മുതലായി. ആരാ രാജാവ് ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് പെരുമ്പറ മുഴക്കുന്നത്? അയ്യോ, അത് പെരുമ്പറയല്ല, പിന്നെ റാണി നെഞ്ചത്തടിച്ച് കരഞ്ഞതാ. നേരത്തെ ആയിരുന്നെങ്കിൽ പെരുമ്പറയുടെ കാശ് ലാഭിച്ചേനെ. അയ്യോ, ഞാൻ കണ്ടില്ലേ കണ്ടില്ലേ. റാണിക്കൊന്ന് കാണിച്ചു കൊടുക്കൂ. അയ്യോ, കണ്ടില്ലേ, ഞാനും കണ്ടില്ലേ. പട, രാജാവിന്റെ ശരീരം ഒന്ന് കാണിച്ചു കൊടുക്കൂ. അയ്യോ, കണ്ടില്ലേ, എന്നിട്ടും കണ്ടില്ലേ. ഇപ്പോഴോ? അയ്യോ, കണ്ടേ, മതിയേ, എനിക്ക് തികഞ്ഞേ. എടാ പടാ, ഇത് ശവമാണെങ്കിൽ ഇങ്ങനൊക്കെ നാണമില്ലേ? തുണി നാരെ വിളിച്ചിട്ട് കിടക്കാൻ പറയടാ. റാണി, ശവം പടിഞ്ഞാറോട്ടേക്ക് കൊണ്ടുപോട്ടെ. ഓട്ടോയ്ക്കൊന്നും കൊണ്ടുപോകണ്ട, വല്ല കൈവണ്ടിയിലെങ്ങാനും കൊണ്ടുപോയാ മതി. രാജാവിന്റെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കട്ടെ റാണി. എന്നിട്ട് വേണം പുഴയിലെ മീനൊക്കെ ചത്തു പൊങ്ങാൻ. നിനക്ക് വേറെ ജോലി ചേർക്കാം. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ശവം കറണ്ട് അടുപ്പിച്ച് കരിച്ചു കളയാം. അതാകുമ്പോ ചിലവില്ല, ഉള്ള പൈസ കൈയിരിക്കുകയും ചെയ്യും. ആരാ നമ്മ ഇക്കിളിയാക്കി കൊല്ലാൻ ശ്രമിക്കുന്നത്? അയ്യോ, അപ്പൊ അങ്ങ് മരിച്ചില്ലായിരുന്നു. രാജാവ് ചത്തില്ലേ, ചത്തില്ലേ. നമ്മെ കണ്ടപ്പോ ഭടന്റെ ആഹ്ലാദം കണ്ടില്ലേ? പാവം ഭടൻ, അവൻ എത്രമാത്രം അങ്ങേ സ്നേഹിക്കുന്നു അല്ലേ ഭടാ. മന്ത്രിയുടെയും ഭടന്റെയും സന്തോഷം നാം അറിയുന്നു. നായ അവിടെ കിടന്ന് മറിയട്ടെ. ഈ വേളയിൽ നാമും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. മൂന്നും ഇപ്പൊ തീർന്നേനെ. റാണി ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവൻ വീണ്ടും രക്ഷപ്പെട്ടു. മന്ത്രി ഉള്ളത് കൊണ്ട് മാത്രം അങ്ങ് രക്ഷപ്പെട്ടത്. റാണി പിണങ്ങരുത്, പിണങ്ങിയാൽ നമുക്ക് സൈക്കിളില്ല. സൈക്കിളില്ലേ, സ്കൂട്ടർ വാങ്ങ്. അതിരിക്കട്ടെ രാജൻ, ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ വെളുപ്പാൻ രാവിലെ നാം മുറ്റത്തേക്ക് ഇറങ്ങിയതും 5 ഭീകര വന്യജീവികൾ നമ്മുടെ മുന്നിലേക്ക് ആക്രമിക്കാൻ ചാടി അങ്ങ് വീണു. അപ്പൊ അങ്ങ് എന്ത് ചെയ്തു? ഞാൻ ഓടി തള്ളി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലടോ. അങ്ങേ ആക്രമിച്ചത് സിംഹവും പുലിയും ആയിരിക്കും അല്ലേ? അല്ല, 3 അണ്ണാനും 2 കുരുവിയും. എന്തായാലും മരണത്തിന് രക്ഷപ്പെട്ടു. അല്പ സന്തോഷിക്കാൻ ഡാൻസ് കണ്ടളയാം. അതെ അതെ, ഭരതനാട്യം വേണോ മോഹിനിയാട്ടം വേണോ? ഭരതനാട്യതും മോഹനനാടുന്നതും അല്ലാതെ വേറെ ആരും ആട്ടുന്നതില്ലേ? വേറെ ആട്ടെന്ന് പറഞ്ഞോണ്ട് ആട്ടാമ്പഴു വിളിക്കട്ടെ. പച്ചപ്പക്കി മന്ത്രി, പച്ചപ്പക്കി വന്നിരിക്കുന്നത് കണ്ടില്ലേ? പച്ചപ്പക്കി വന്നാൽ പണം കുന്നുകൂടുമെന്നാ പറയുന്നത്. ആ കൊട്ടാരത്തിന്റെ വടക്കേപ്പുറത്ത് കുഴിച്ചിടാൻ പറ. പോസ്റ്റ്മാൻ എന്നാ പറഞ്ഞത് രാജൻ. ഇത് കൊട്ടാരം ജപ്തി നോട്ടീസാ. പച്ചപ്പക്കി വന്ന് കയറിയാൽ ജപ്തിയും വരും അല്ലേ രാജൻ? നാശം. ആരവിടെ ആ പച്ചപ്പക്കെ പിടിച്ച് പഞ്ചയടിച്ചു വിടും? രാജൻ, എന്റെ അച്ഛൻ 200 രൂപ അങ്ങയോട് കടത്തരാൻ പറഞ്ഞു. നീ പോണരക്ക, വേലക്കാരന്റെ പറ്റ് തീർക്കാൻ പോലും എന്റെ കയ്യിൽ 5 പൈസയില്ല. തന്നാൽ അങ്ങക്ക് വേണ്ടി പണി ചെയ്ത് തീർത്തു കൊള്ളാമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. ആണോ? മന്ത്രിയുടെ അച്ഛൻ എന്താ ജോലി? ശവക്കുഴി വെട്ട്. പോണരക്ക ഇറങ്ങി വൃത്തിയിട്ടവന്. അങ്ങനെയാണെങ്കിലേ കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ബാക്കി ഒരു 200 രൂപ രാജൻ എനിക്ക് തരാനുണ്ട്. അതിന് തന്നെ. കേൾക്കുന്നില്ല.
ശമ്പളത്തിന്റെ ബാക്കി 200. കേൾക്കുന്നില്ല, ഉറക്കെ പറയൂ. ചെവി വീസായി പോയെന്നാ തോന്നുന്നത്. അപ്പുറത്തെ ചെവി പറയാം. അതെ, കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ നിന്ന് 1500 രൂപ എനിക്ക് തരാനുണ്ടെന്ന്. മന്ത്രി ഇങ്ങ് വരൂ. ഈ 200 ചെവി തന്നെ പറഞ്ഞാ മതി. അധികം ഞെളിയണ്ട കേട്ടാ. ശമ്പളം കൂട്ടിയില്ലെങ്കിൽ ജനങ്ങൾ പണിമുടക്കുമെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊട്ടാരത്തിലെ ശമ്പള കാര്യത്തിൽ താൻ വലിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ വഴിക്ക് വാ. നാളെ മുതൽ കൊട്ടാരത്തിൽ ആർക്കും ശമ്പളമേ ഇല്ല. രാജാവേ മൂരാറ്റി നിന്നെ പിന്നെ കണ്ടോളാം. രാജാവേ മൂരാറ്റി നിന്നെ പിന്നെ കണ്ടോളാം. കൂട്ടിത്തരണം. എന്ത് ഒരു രാജാവായ നാം അവർക്ക് കൂട്ടിക്കൊടുക്കണമെന്നോ? കൂലി ഞങ്ങൾക്ക് കൂട്ടിത്തരണം. ഞങ്ങളുടെ ഓമന നേതാവേ. ഓഹോ, ഓമനയാണല്ലേ ഇവരുടെയൊക്കെ നേതാവ്. ശരിയാക്കി തരാം. അവകാശങ്ങൾ നേടിയെടുക്കും പറയുന്നത് ആരെന്നറിയാമോ? അറിയാമടാ, ചെല്ലപ്പനും തങ്കപ്പനും വാസുവൊക്കെ അല്ലേ. എല്ലാവരും ശരിയാക്കി തരാമടാ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ തൊട്ടാൽ എന്ത് ചെയ്യടാ? വെറുതെ തൊട്ട് കളിക്കാൻ തയ്യാറാ. ശാന്തരാകൂ. ശാന്തരാകണ്ട. തങ്കമണിരാകിയാലും നല്ല മൂർച്ച കിട്ടും. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അമ്മയെ കണ്ടുവരിക്കൂല. ആര്? ഞാനാ? അല്ല, ഞങ്ങള് കൂടുതൽ ഞെളിയണ്ട. ഞങ്ങളെ രക്ഷിക്കാന് അന്യനുണ്ട്. സൂക്ഷിച്ചോ. അന്യനോ? ഏതന്യൻ? രാജാവെ, ക്രമസമാധാനത്തിൽ ആകെ തകർന്നിരിക്കുക. ഇപ്പൊ തന്നെ 5 കൊലപാതകങ്ങൾ അന്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ രാജ്യം നശിക്കും. അങ്ങ് കൃപ കാണിക്കണം. കൃപ കാണിക്കാൻ ഒന്നുമില്ല. തമ്പാനൂർ ചെന്ന് വലത്തോട്ട് നോക്കിയാൽ മതി. കൃപ തിയേറ്റർ കാണാം. രാജഗുരുവില്ലാത്തതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ശരിയാ, നാം ഒന്ന് മൊബൈൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് എസ്കോട്ടലിന്റേതാണോ അതേ BPL-ന്റേതാണോ? രണ്ടുപേരുടേതുമല്ല. ഇതെന്റെ സ്വന്തം സാധനമാണ്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ റേഞ്ചിന് പുറത്താണ്. ഈശ്വര, നമുക്ക് റേഞ്ചില്ലെന്ന് നമ്മൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തായാലും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഹലോ, നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ്. മാറിക്കട. നമ്മളിപ്പോ ക്യൂവിലാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഹലോ, ഗുരുവുണ്ടോ? ഗുരുവില്ല. കച്ചത്തിൽ അരിമ്പാറയുണ്ട്. അതല്ല, രാജഗുരുവാണോ എന്ന്. രാജാവിന് ഗുരുവാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ മഹാരാജനാ. നീ എവിടെ നിൽക്കുന്നു? ഉൾക്കടവിലാണ്. സീൻ വല്ലതും കഴിഞ്ഞോ? ഒന്ന് കഴിഞ്ഞ് കൂതറ സീന കഴിഞ്ഞത്. ആരുടെ സീനാ കഴിഞ്ഞത്? മഹാറാണിയുടെ. വൃത്തികെട്ടവല്ലേ, നീ ഇങ്ങോട്ട് വേണം. മന്ത്രി, ആ ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസ് അവിടെ നിന്ന് മാറ്റി പണിയണം. ശരിയാണ്, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്താണോ ഗസ്റ്റ് ഹൗസ്? അതെങ്ങോട്ട് മാറ്റാനാ അങ്ങയുടെ തീരുമാനം? കുളത്തിനടുത്തോട്ട് മാറ്റണം. പഴയതുപോലെ കണ്ണത്ര പിടിക്കുന്നില്ലടോ. ഗുരുദേവ് വരുന്നുണ്ട്. ആരെവിടെ? ഗുരുവിനെ എതിരേൽക്കാൻ കുഴൽ വിളികൾ മുഴങ്ങട്ടെ. എവിടെ? എന്നും നാം തന്നെ ഊതണം. ഗുരു വന്നാട്ടെ. വന്നാട്ടാം. ഇങ്ങോട്ട് നിന്നാട്ടെ. നിന്നു ആട്ടാ. അയ്യോ, ഇരുന്നാട്ടെ എന്ന്. ഇരുന്നു ആട്ടാ. ഇനി എന്താ കിടന്നാട്ടനോ? അത് വേണമെങ്കിൽ അതും ആവാം. മഹാരാജൻ നല്ല സ്റ്റൈലിലാണല്ലോ. ഇതെന്താ കഴുത്തിൽ? ഇതാണ് ടൈ. ഇത് ഞങ്ങൾ ഉപയോഗിക്കും. പക്ഷേ പേരിതല്ല, ലങ്കോട്ടി എന്നാ. ആതിരിക്കട്ടെ. ഗുരു ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഇങ്ങ് കാനഡയിലായിരുന്നു. ഏതിന്റെ ഇടയില്? ഒന്നിന്റെ ഇടയിലല്ല, കാനഡയിൽ 2 കൊല്ലം ഉണ്ടായിരുന്നു. എന്ത്? കാനഡയിൽ കൊല്ലമുണ്ടോ? അത്ഭുതം തന്നെ. അവിടെ ഇങ്ങോട്ട് വരാൻ എന്താ താമസിച്ചത്? വരാൻ ഉദ്ദേശിച്ച ഫ്ലൈറ്റ് മിസ്സായി പോയി. പിന്നെ ബസ്സിൽ ഇങ്ങ് പോന്നു. ഓ, അങ്ങനെ. തൃച്ചൂർ ബസ്സിലാണോ ട്രിവാൻഡ്രം ബസ്സിലാണോ അങ്ങ് വന്നത്? അല്ല, ട്രിന്നാകുളം ബസ്സിലാ വന്നത്. പിന്നെ ഇവിടെ ഇറങ്ങി ഞാനൊരു സിനിമ കണ്ടു. സിനിമയിൽ സ്റ്റണ്ട് ഉണ്ടായിരുന്നു? ഇല്ല, 2 തുണ്ടുണ്ടായിരുന്നു. പിന്നെ വിദേശത്ത് പോയിട്ട് നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ കാണിക്കാം. എന്ത് കാണിക്കാനോ? ഓ, അങ്ങയ്ക്കുള്ള കാണിക്കാം. നമുക്കുള്ളത് കാണിക്കാനോ? ഓ, അതല്ല, ഇതാണ് അങ്ങയ്ക്കുള്ള കാണിക്ക. പിടിക്കും. എന്ത്? ഇതൊരു പാക്കല്ലേ? നമ്മെ അപമാനിക്കുന്നു. ആരവിടെ? ഈ പാക്കവന്റെ വായിൽ അടിച്ചു കേട്ടു. എന്താ ചിരിക്കുന്നത്? ഈശ്വര, പാക്കിന്റെ സ്ഥാനത്ത് ഞാൻ വല്ല ചക്കയെങ്ങാനും കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ അണ്ണാക്ക് കീറിയേനെ. ഗുരുവല്ലത് പറഞ്ഞു. ഈ ഇടയിൽ എന്റെ വല്ലത് ചെവിക്ക് തീരെ കേൾവിയില്ല. എങ്ങനെ കേൾവി വരും? റാണിക്ക് ഇടത് കൈയല്ലേ വാക്ക്. ഇതെന്താ രാജൻ കൊട്ടാര ഭിത്തിയിൽ കുറച്ച് തുണി കൊടുത്ത പെണ്ണുങ്ങളുടെ പടം ഒട്ടിച്ചിരിക്കുന്നത്? ഈശ്വര, ഇത് പടത്തിന്റെ പോസ്റ്ററാണെന്ന് ഇവനോട് എങ്ങനെ പറയും? ഗുരു, കുറച്ച് പടമുള്ള സ്ത്രീകളുടെ പടമാ. അതാ കുറച്ച് തുണി കൊടുത്തിരിക്കുന്നത്. ഗുരു എന്താ പരതി നോക്കുന്നത്? അല്ല, ഒട്ടും പടമില്ലാത്ത പെണ്ണുങ്ങളുടെ പടമുണ്ടോ നോക്കിയതാ. ഷട്ടി വർമൗത്ത്. എന്ത്? ഷട്ടി ഊരി മാറ്റാനോ? സ്റ്റോപ്പ്. ശരി. ഓ, ദാ തുപ്പിയിട്ട്. നോട്ടി ബോയ്. നാട്ടിൽ പോവാനോ? ഇടയ്ക്ക ഞാൻ വല്ലയിടത്തും വെച്ച് അടിച്ചു തരും. കയറി പോണവിടെ. ഇത് വലിയ ശല്യമായല്ലോ. പെണ്ണ മീനെ, നിന്നെതാ വിളിക്കണം. ഇങ്ങോട്ട് ഇറങ്ങി വാ. അയ്യോ, അത് മീൻകാരനാ. മീൻ കൊണ്ടുവന്ന് വിളിക്കുന്നതാ. എന്താ ഇവിടെ ഒരു വെടിമരുന്നിന്റെ മണം? റാണി മീൻ വാങ്ങാൻ വരുന്നു. അതാ മണം. എന്തിനാ വെറുതെ ഇത് തൂക്കിയിട്ടോട്
നടക്കുന്നത്? ഇത് മീൻ വാങ്ങാനെങ്കിലും ഉപകരിക്കട്ടെ. ഈ റാണിക്ക് ഫിഷ് ഫിഷ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാ. എന്തോന്ന് ഫിഷോ? എടാ മീനിന്റെ ഇംഗ്ലീഷാണ് ഫിഷ്. അയ്യോ, അതിന് ഫിഷ് എന്നല്ല പറയുന്നത്, പിന്നെ എന്ന് പറയണം. രാജൻ, മീൻ മുളകും പുളിയിട്ട് വെക്കട്ടെ? മുളകും പുളിയിട്ട് വെക്കുന്നതേ ഉള്ളൂ, അപ്പൊ മീൻ വെക്കുന്നില്ലേ? എന്നാ മീൻ വറുത്തരച്ച് വെക്കാം. എന്തിനാ റാണി മീൻ വറുത്ത ശേഷം അരച്ച് വെക്കുന്നത്? രാജാവിന്റെ പല്ലിന് ഒരു ഗുരുവില്ലല്ലോ. അയ്യോ, എങ്കിൽ തേങ്ങ അരച്ച് വെക്കാം. ആഹാ, തേങ്ങ അരച്ച് വെക്കുന്നതേ ഉള്ളൂ, അപ്പൊ മീൻ വെക്കുന്നില്ലേ? ഓ, ഞാൻ തോറ്റു. എങ്കിൽ മീൻ ഉള്ളി ഇട്ട് വെക്കാം. ആഹാ, അപ്പൊ ഇത്രയും നാളും പുറത്തിട്ടാണോ വെച്ചോണ്ടിരുന്നത്? അതെ, ഞാൻ മീൻ വാങ്ങിയിട്ടുമില്ല, കറി വെക്കുന്നുമില്ല. പോരെ? റാണി പിണങ്ങാതെ, മീൻ കറിയല്ലാതെ വേറെ കൂട്ടാനൊന്നുമില്ലേ? വേറെ കൂട്ടാൻ ഞാൻ എന്റെ കണക്കിട്ട് തരാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് കൂട്ടുകയോ കുറയ്ക്കോ എന്താന്ന് വെച്ചാ ചെയ്യും. അപ്പോഴേക്ക് പിണങ്ങിയോ? റാണിയെ ഈ ഡ്രസ്സിൽ കാണാൻ എന്ത് സൗന്ദര്യമാ. ആണോ ഗുരു? ഈ വേഷത്തിൽ എന്നെ കണ്ടിട്ട് വല്ല പ്രത്യേകതയും തോന്നുന്നുണ്ടോ? തോന്നിയിട്ടും വലിയ കാര്യമില്ല റാണി. വല്ലോന്റെ കണ്ടത്തിലെ പുല്ല് കണ്ടിട്ട് നമ്മൾ എന്തിനാ വെറുതെ പശുവിനെ വളർത്തുന്നത്? റാണി, നീ അകത്ത് പോയി ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ഊണ് റെഡിയാക്ക്, പുരോഹിതനും കാണും. സോറി, എനിക്ക് ഊട് വേണ്ട. ഉണ്ണാനല്ല, വിളമ്പാനാ. ഉച്ചയ്ക്ക് ഉണ്ടയും വെച്ചൊന്ന് കിടക്കണം. ഉണ്ടയും വെച്ച് കിടക്കാതെ തലേനും വെച്ച് കിടന്ന് ഉറങ്ങിയാ പോരെ രാജൻ? അതെന്താ പുറത്തൊരു ബഹളം? അമ്പലത്തിൽ ആറാട്ട് വന്നതാ. രാജഗുരുവിന് ഉത്രാടത്തിൽ ഒരു വെടി. എനിക്കില്ലേ വെടി? ശരി, രാജാവിന്റെ മൂലത്തിൽ 2 വെടിയായി. മൂല നാളിലത്തില്ല, മൊത്തം 3 വെടിയായി. പിന്നെ വരുന്ന ഫെബ്രുവരിയില് എന്റെ പിറന്നാളാ. രാജ്യം ഭരിക്കുന്ന രാജാവ് പിറന്ന മാസത്തിന് പറയുന്നത് കേട്ടില്ലേ? ഫെബ്രുവരി എന്ന്. പിന്നെന്ത് പറയും? മാർച്ചിലല്ലേ അങ്ങയുടെ പിറന്നാള്? അതിരിക്കട്ടെ, അന്ന് അങ്ങക്ക് എത്ര വയസ്സാകും? 60 വയസ്സാകും. ഓ, അപ്പൊ അങ്ങയുടെ ഷഷ്ടി പൂർത്തിയായി. എങ്കിൽ കൊണ്ടുപോയി ഇട്ട് നോക്കാം. എന്തോന്ന്? ഷഷ്ടി പൂർത്തിയായെന്നല്ലേ പറഞ്ഞത്? ഓ, അതല്ല, ഷഷ്ടി പൂർത്തി എന്ന് പറഞ്ഞാൽ 60 വയസ്സെന്നാ. അപ്പോൾ 60-ന് മുകളിലാണെങ്കിൽ എന്ത് പറയും? ഷഷ്ടി കീറി എന്ന് പറയും. ഏതായാലും അത് നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കണം. ആഘോഷങ്ങൾക്ക് ആർഭാടം വേണം. 6 പാവാടയല്ലേ വേണ്ടത്? അത് ഞാൻ ഒപ്പിക്കാം. പാവാടെ എന്തോന്ന് നീ പറയുന്നത്? ആഘോഷം വിപുലമായാൽ നിനക്ക് ഞാൻ പട്ടം തരും. പട്ടം മാത്രം പോരാ, പിന്നെ അത് പറത്താനുള്ള ഉണ്ടേ നൂലും പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരും. തന്തയ്ക്ക് പറയുന്നു. അങ്ങയുടെ ഷഷ്ടി പൂർത്തിക്ക് ഞാൻ അങ്ങക്കൊരു വലിയ സമ്മാനം തരും. കൂടാതെ റാണിക്കൊരു കൊച്ചു സമ്മാനവും കൊടുക്കും. എനിക്ക് വലുത് തരുന്നത് പോരാഞ്ഞിട്ട് റാണിക്ക് ഒരു കൊച്ചിനെ കൂടി സമ്മാനമായി കൊടുക്കുമെന്നു. എന്റെ ഉള്ളിൽ ഉറങ്ങുന്ന മൃഗത്തെ പുറത്തിലാടിക്കരുത്. ഒരു